പോകുന്നു എന്ന് ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കുട്ടികളുടെ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ അടുത്ത കാലത്തായിട്ട് ഈ കുട്ടികളുടെ പുസ്തകങ്ങളൊന്നും അധികം കണ്ടുവരാറില്ല. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു പുതിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതും നമ്മുടെ UAE നിന്ന് തന്നെയാണ്. അതിന്റെ പേര് സൂപ്പർ ജംഗിൾ റിയാലിറ്റി ഷോ, ജോസ്ലെറ്റ് ജോസഫ് എഴുതിയത്. ഈ കുട്ടികളുടെ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ രീതി തന്നെ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് നമുക്കറിയാം കുട്ടികൾ കണ്ടു വളർന്ന കാർട്ടൂൺ ക്യാരക്ടറുകളൊക്കെ മാറി ഇപ്പൊ കുറച്ചുകൂടി ഒരു സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ അതിമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ്. പിന്നെ മാത്രമല്ല, കുട്ടികളുടെ കാർട്ടൂൺ എന്ന പേരിൽ ഇന്ന് വരുന്ന പലതും അല്ലെങ്കിൽ ആനിമേറ്റഡ് സീരീസ് എന്ന് പറഞ്ഞ് വരുന്ന പലതും മുതിർന്നവർ പറയുന്ന സംസാരങ്ങളും അവരുടെ വിഷയങ്ങളും ഒക്കെയാണ് അവർ സംസാരിക്കുന്നത്. അതായത് കൂടുതൽ വയലൻസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഒരു ചെറിയ കുട്ടി പോലും അത് കണ്ടിട്ട് അവന് ആദ്യം പഠിക്കുന്നത് ഇതാണ്, ഒന്ന് ഫൈറ്റ് ചെയ്യാനും ഒക്കെയാണ്. അതാണ് അവന് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ. ഒരു തോക്കെടുത്ത് വെച്ച് വെടിവെക്കുക. ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ, ആൺകുട്ടികളും പെൺകുട്ടികളാണ്. അപ്പൊ കുട്ടികളുടെ മനസ്സ് ശരിക്കും നമ്മൾ അറിയുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒന്നും കുട്ടികൾക്ക് വേണ്ടിയുമല്ല. പണ്ട് കാലത്ത് നമ്മളൊക്കെ കളിക്കുടുക്ക, ബാലരമ, പൂമ്പാറ്റ, ഇതെല്ലാം, അതായത് അതിനകത്ത് ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങളും കുട്ടികളോട് സംസാരിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. പിന്നെ മാത്രമല്ല, കുട്ടികളോട് അമ്മമാരാണ് കഥ പറഞ്ഞിരുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആഹാരം തരാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പറയും, പൂച്ച കരയുന്നത് പോലെ, അല്ലെങ്കിൽ പൂച്ചയെ കാണിച്ച്, കിളികളെ കാണിച്ച്, അല്ലെങ്കിൽ ചെടിയെ കാണിച്ച്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആഹാരം അമ്മ കൊടുക്കുന്നതിനോടൊപ്പമുള്ള അമ്മ കൊടുക്കുന്ന വാത്സല്യവും സ്നേഹവും; രണ്ട്, കുട്ടിയുടെ മനസ്സിലറിയാതെ പ്രകൃതിയിൽ ഞാൻ വളരുന്ന സാഹചര്യത്തിൽ പൂച്ചയുണ്ട്, കിളികളുണ്ട്, പക്ഷികളുണ്ട്, ഇതെല്ലാം എന്റെ കൂടെ വളരാനുള്ളതാണ് എന്നൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാകുന്നു. ഇപ്പോ ഒരു മുറിക്കൽ അടച്ചിരുന്നിട്ട് തോക്ക് വെച്ച് കാണിക്കുന്ന ഒരു ഗെയിം കാണിച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് കൂട്ടി കൊടുക്കുമ്പോൾ ഇതാണ് കുട്ടി ആദ്യം പഠിക്കുന്നത്. അമ്മയെ തന്നെ ആദ്യം തോക്കെടുത്ത് വെച്ച് വെടിവെക്കാനുള്ള ദേഷ്യമായിരിക്കും അവനുണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നില്ലാതെ വരുന്നു. എന്തായാലും ഈ സൂപ്പർ ജംഗിൾ റിയാലിറ്റി ഷോ ജോസ്ലെറ്റ് ജോസഫ് എഴുതിയിരിക്കുന്നത് 15ഓളം കഥകളാണ്. ഈ 15 കഥകളിൽ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായി, ഇന്നത്തെ കാലത്ത് കാണുന്ന കഥകളിൽ നിന്ന് വ്യത്യസ്തമായി, പഴയ രീതിയിൽ തന്നെ കുട്ടികളോട് എപ്പോഴും നന്മയുടെ കഥകൾ പറയുന്നതാണ്. കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള രീതി ഒരു കഥയിലൂടെയാണ്. ഇതിൽ ആദ്യത്തെ ബോയ് ആൻഡ് ദ ബലൂൺ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ അകത്ത് കയറിയിട്ട് ആ ബലൂൺ പറന്നു പോവുകയാണ്. അത് പൊട്ടി അത് പറന്നു പോവാണ്. ഈ കുട്ടിയെ പിന്നീട് ഒരു പരുന്ത് ആ കൂടയ്ക്കുള്ളിൽ വന്നിരിക്കുന്നു. കുട്ടി ആക്രമിക്കപ്പെടുമോ എന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പറന്ന് മറ്റൊരു സ്ഥലത്ത് പോകുന്നു, ഒരു തോണിയിൽ കയറി പോകുന്നു. അങ്ങനെ കുട്ടിയുടെ മാനസിക സഞ്ചാരമാണ്. അതിനുശേഷം കുട്ടി തിരികെ വരുന്ന അങ്ങനെ ഒരു ബോയ് ആൻഡ് ദ ബലൂൺ എന്ന് പറയുന്ന ഒരു കഥ. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് സൂപ്പർ ജംഗിൾ റിയാലിറ്റി ഷോ. ഇതിന്റെയും അവസാനം ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ അവസാനം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ കാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ കാടൊന്നും കാണുന്നില്ല. അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടുപോയി. ശരിക്കും വരെ പറ്റിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ചില കഥകൾക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായി ഉണ്ട്. അതുപോലെ ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കഥയ്ക്കകത്ത് വഴിയിൽ വീണ് കിടക്കുന്ന 3 കുട്ടികൾ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്ന അവസരത്തിൽ ഇയാളെ നോക്കാതെ മറ്റു 2 കുട്ടികൾ പോകുമ്പോൾ ഒരു കുട്ടി മാത്രമല്ല പറ്റില്ല, അദ്ദേഹത്തെ ആശുപത്രിയിലാക്കണം. അപ്പോൾ പലരും പറയുന്നു മദ്യപിച്ച് കിടക്കാണ്, നോക്കണ്ട. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം മദ്യപിച്ച് കിടക്കായിരുന്നില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് ഉണ്ടായ ഒരു അസ്വസ്ഥത കാരണം വീണ് കിടക്കായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അനുമോദിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ എന്നൊരു ചോദ്യം പലരും ചിലപ്പോൾ ചോദിച്ചേക്കും. കുഴപ്പമില്ല, രക്ഷിതാക്കൾ വായിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും മതി. പക്ഷേ രക്ഷിതാക്കൾക്കും അറിയണം. അതെ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പുസ്തകത്തിന്റെ പേര് ഷാബു, സൂപ്പർ ജംഗിൾ റിയാലിറ്റി ഷോ, ജോസ്ലെറ്റ് ജോസഫ്. Book review on the Big Breakfast Club.